someone is turning 6 months tomorrow. ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? പെട്ടെന്നുണ്ടായ ഒരു പ്ലാനാണ് കേട്ടോ, നാളെ പിക്നിക്കിന് പോവാന്ന്. അങ്ങനെ അതിനാവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ വാങ്ങാനാണ് ലുലുവിലേക്ക് വന്നത്. മാറ്റും ഫ്ലാസ്കും ആണ് വാങ്ങാൻ വിചാരിച്ചെങ്കിലും ക്യാമ്പിങ്ങിൻ്റെ സാധനം കണ്ടപ്പോൾ അതെല്ലാം വാങ്ങിട്ടോ. അത്യാവശ്യം ലേറ്റ് ആയിരുന്നേ. അങ്ങനെ ഫുഡും കഴിച്ച് വീട്ടിലെത്തി. ഇതൊക്കെയാണ് കേട്ടോ വാങ്ങിയത്. അങ്ങനെ സമയം 12 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷെ എനിക്ക് കുറച്ച് പരിപാടിയുണ്ട്. ഇതൊക്കെ ടെമ്മൊന്ന് നേരത്തെയും കാലത്ത് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഈ പാതിരാത്രി ഇരുന്നിട്ടാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് വീർപ്പിച്ചെടുക്കണേ. ഇതൊക്കെ മോൾക്ക് 2 മാസമായപ്പോൾ ഞാൻ പ്ലാൻ ചെയ്ത് ഓർഡർ ചെയ്ത് വെച്ചതാണ്. വൈറ്റ് ആൻഡ് പിങ്ക് തീമിലാണ് ഞാൻ ബർത്ത്ഡേ പ്ലാൻ ചെയ്തത്. ഇതൊക്കെ സമാധാനത്തോടെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഹസ്ബൻഡിനെ ഏൽപ്പിച്ച് 3 മക്കളെ ഉറക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഉറക്കം കളഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും നല്ല എക്സൈറ്റ്മെൻറ്റും ഹാപ്പിനെസ്സും ഉണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ നമ്മളെല്ലാ അമ്മമാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓരോ കുട്ടി കുട്ടി മെമ്മറീസ് സെലിബ്രേറ്റ് ചെയ്യാനും അത് ക്യാപ്ചർ ചെയ്ത് മെമ്മറീസ് ആക്കാനും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഇത്രയും നാൾ ഇൻഡോർ സെലിബ്രേറ്റ് ചെയ്യാമെന്നായിരുന്നു പ്ലാന്. പിന്നെ പെട്ടെന്നാണ് പാർക്കിൽ പോയി സെലിബ്രേറ്റ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തത്. പൊട്ടല്ലേ എന്നും പറഞ്ഞ് കുറേ ബലൂൺസ് അങ്ങനെ വീർപ്പിച്ചെടുത്തേ. അങ്ങനെ ഇരുന്നും കിടന്നും ഞങ്ങളുടെ ബലൂൺസ് വീർപ്പിക്കുന്ന പരിപാടി കഴിഞ്ഞ് ഇനി ഉറങ്ങാൻ പോണാണ്. നാളെ രാവിലെ കേക്ക് ശരിയാക്കി എടുക്കാനുണ്ട്. ഇതാണ് കേട്ടോ എൻ്റെ കേക്ക് റെഫറൻസ് പിക്ക്. ഞാൻ കേക്കിൻ്റെ ബേസ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കേക്ക് ഉണ്ടാക്കുന്ന കാണിക്കാത്തത് ഞാൻ എൻ്റെ പേജിൽ ഒരുപാട് കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങളെയും ബോറടിപ്പിക്കാതിരിക്കാനാണ്. ഇത് ലെമൺ ഫ്ലേവറിലുള്ള ഒരു കേക്കാണ് കേട്ടോ. ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത് ബ്ലൂബെറിയാണ് കേട്ടോ. ബ്ലൂബെറിയുടെ കോമ്പോട്ട് ഞാൻ തന്നെ റെഡിയാക്കി എടുത്തതാണ് കേട്ടോ. സ്വീറ്റ്നെസ്സും ടാങ്ങിനെസ്സും ആയിട്ട് നല്ല റിച്ചുള്ള കേക്കാണ് കേട്ടോ ഇത്. ഇനി ഇതെല്ലാ ലെയറിലും ഫിൽ ചെയ്ത് ക്രം കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. 5 മിനിറ്റ്സ് ഫ്രീസറിൽ മാറ്റി വെച്ചിട്ടാണ് സെക്കൻഡ് ലെയർ കോട്ട് ചെയ്തെടുത്തത്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന കേക്കിൻ്റെ ടൂൾസൊക്കെ നാട്ടിൽ നിന്ന് വരുമ്പോൾ എൻ്റെ കൂടെ കൊണ്ടുവന്നതാണ്. എൻ്റെ ഓർമ്മയിൽ അതിൽ നോസിൽ ഉണ്ടെന്നായിരുന്നേ. പിന്നെ അറിഞ്ഞ് നോസിലില്ല. പൈപ്പിംഗ് ബാഗ് കട്ട് ചെയ്ത് ഞാൻ ഈ ഡിസൈൻ ഒപ്പിച്ചെടുത്തിട്ടോ. പിന്നെ റൈറ്റിംഗ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം നമ്മളുടെ കേക്ക് റെഡിയായി. ഇതിൽ കാണുമ്പോൾ അത്ര സ്പീഡിലൊന്നുമല്ല കേട്ടോ ഞാൻ എഴുതിയത്. അങ്ങനെ ഹാപ്പി 6 months എന്ന് എഴുതി ഒപ്പിച്ചെടുത്ത്. അങ്ങനെ കുറച്ച് ഹാർട്ട്സും കൂടി എഴുതി നമ്മുടെ പൈപ്പിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞ്. കേക്കിൽ വെക്കാൻ ബോ ഉണ്ടാക്കാൻ ഞാൻ സാറ്റിൻ റിബനാണ് കേട്ടോ എടുത്തത്. യൂട്യൂബിലൊരു ട്യൂട്ടോറിയൽ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ ബോ ഉണ്ടാക്കാൻ പഠിച്ചത്. അങ്ങനെ ഒരു 5 എണ്ണം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി അത് അതിലേക്ക് പ്ലേസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനിയും കുറേ പണി കിടക്കുന്നുണ്ട് കേട്ടോ. പിക്നിക്ക് പോകാനുള്ള ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. ആദ്യം കാണിച്ച റെഫറൻസ് പിക്കിലും ഞാൻ ഉണ്ടാക്കിയ കേക്കിലും ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇതും ക്യൂട്ടായിട്ടുണ്ടല്ലേ. ഇതെല്ലാം പാർക്കിൽ പോയി സെറ്റ് ചെയ്യുന്ന വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ ശരി, ബൈ.